നിലവിലെ ഇന്ത്യൻ ഫുട്ബോളിലെ സാഹചര്യം വളരെയധികം രൂക്ഷമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടയർ ഫുട്ബോൾ ലീഗായിട്ടുള്ള ISLൻ്റെ പേരിൽ നടക്കുന്ന ഒരു അൺസർട്ടനിറ്റി തന്നെ അതിൽ വലിയൊരു എക്സാമ്പിളാണ്. നിലവിൽ ഒരു വളരെയധികം ട്രാൻസ്ഫറുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കേണ്ട സമയമായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിൽ നിലവിലുള്ളത്. കാരണം ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ടുള്ള ഒരു ടൈം പീരീഡാണിത്. സോ അതിനകത്ത് തന്നെ ഒരുപാട് ഫോറിനും താരങ്ങളുടെയും അതോടൊപ്പം തന്നെ ഈ ഡൊമസ്റ്റിക് താരങ്ങളുടെയും ഒക്കെ തന്നെ സൈനിങ് പല ടീമുകളും കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ടൈം പീരീഡായിരുന്നു ഇത്. മറ്റൊരു സീസണിന് വേണ്ടി ഒരുങ്ങേണ്ട ടൈം പീരീഡും കൂടിയായിരുന്നു ഇത്. ഈ ഒരു സാഹചര്യത്തിലാണ് ISLൻ്റെ പേരിലുള്ള ഒരു അൺസർട്ടനിറ്റി പെട്ടെന്ന് വരികയും പിന്നീട് അത് നീണ്ട് പല ക്ലബ്ബുകളും തങ്ങളുടെ ട്രാൻസ്ഫറുകളൊക്കെ ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വരെ എത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. MRA കോൺട്രാക്റ്റ് എന്ന് പറയുന്ന മ്യൂച്വൽ റൈറ്റ്സ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന കോൺട്രാക്റ്റ് ISLൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള FSTലും അതായത് ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും അതായത് AFFും തമ്മിലുള്ള ഈ ഒരു കരാർ വരുവാനായിട്ട് പോകുന്ന ഡിസംബർ 8 അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സാഹചര്യം, ഈ ഒരു പല തരത്തിലുള്ള ഈ ഒരു അൺസർട്ടനിറ്റി നിറഞ്ഞ സാഹചര്യം നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കോച്ചായിട്ടുണ്ടായിരുന്ന മനോലോ മാർക്കസ് ഇന്ത്യൻ ദേശീയ ടീം വിടുകയും പിന്നീട് ഖാലിദ് ജമീലിനെ കോച്ചായിട്ട് നിയമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേയധികം കോച്ചുമാരുടെ ഷോർട്ട് ലിസ്റ്റിൽ നിന്നും ഇക്കുറി നറുക്ക് വീണിരിക്കുന്നത് ഇന്ത്യയുടെ കോച്ച് തന്നെയായിട്ടുള്ള ഇന്ത്യൻ വംശജൻ അല്ലെങ്കിൽ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് തന്നെയായിട്ടുള്ള ഖാലിദ് ജമീലിനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലീഗ് ജേതാക്കൾ ആയ ഐസ്വാളിൻ്റെ കോച്ചായിരുന്നു ഇദ്ദേഹം. പിന്നീട് ISLൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയെയും പിന്നീട് ജംഷഡ്പൂർ FCയും പ്ലേ ഓഫിലേക്ക് എത്തിക്കുകയും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. സോ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം അത്യാവശ്യം നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഒരു ഇന്ത്യൻ കോച്ച് എന്ന നിലയിൽ വലിയ ഇന്ത്യൻ ടോപ്പ് ടയർ ലീഗുകളിൽ കാഴ്ചവെക്കുവാനായിട്ട് ഖാലിദ് ജമീലിന് സാധിച്ചിട്ടുണ്ട്. ഖാലിദ് ജമീൽ കോച്ചായിട്ട് നിയമനമേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു നാഷണൽ ടീം ഒരു പ്രാക്ടീസ് പോലുള്ള ആ ഒരു ലെവലിലേക്കുള്ള ഒരു കോളപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള ഡാനിഷ് ഫാറൂഖിനും നിലവിൽ അവസരം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ താരങ്ങൾ മോഹൻ ബഗാനിൽ നിന്നാണ്. അതിന് പുറമെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള ഡാനിഷ് ഫാറൂഖിനും നിലവിൽ ഇന്ത്യൻ ടീമിൻ്റെ നാഷണൽ ടീം കോളപ്പിലേക്ക് ഒരു ഇടം ലഭിച്ചിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് വളരെയധികം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു താരമാണ് ഡാനിഷ് ഫാറൂഖ് എന്ന് പറയുന്നത്. ഏറ്റവും പറയുകയാണെന്നുണ്ടെങ്കിൽ ബംഗളൂരു FC നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ ടീമിലേക്ക് എത്തിച്ച സമയത്തും എന്തിനാണ് ഈ ഒരു സൈനിങ് എന്ന തരത്തിലും പലപ്പോഴും ആരാധകർ ചോദ്യമൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായെന്നാണ്. ഇദ്ദേഹത്തിൻ്റെ മോശമായ പ്രകടനം കണ്ട് പലപ്പോഴും ടീമിൽ നിന്ന് വളരെയധികം വലിയ വിമർശനമൊക്കെ തന്നെ ഇദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള താരമെന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാനായിട്ട് സാധിക്കും ഇദ്ദേഹത്തെ. കാരണം ചില സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രകടനം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം മികച്ച രീതിയിൽ തന്നെ ബോളുകൾ റിക്കവർ ചെയ്യുന്നതിൽ ഇദ്ദേഹത്തിന് വളരെയധികം വലിയൊരു പങ്ക് തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് സാധിക്കും. മിഡ്ഫീൽഡിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിൽ അത്യാവശ്യം മികച്ച പ്രകടനം തന്നെ ഇദ്ദേഹം കാഴ്ചവെക്കുവാനായിട്ടും മത്സരത്തിലും സാധിച്ചിട്ടുണ്ട്. ചില മത്സരത്തിലെ കുറച്ച് പിഴവുകൾ മാറ്റി നിർത്തിയാൽ തന്നെ ഒരു ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഡാനിഷ് ഫാറൂഖിന് ഒരു നല്ലൊരു ലെവൽ പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ടുള്ള ഖാലിദ് ജമീലിൻ്റെ കീഴിൽ ഒരു മികച്ച പഠനം കാഴ്ചവെക്കുവാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചു കഴിഞ്ഞാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലും ആ ഒരു ഫോം ഇദ്ദേഹത്തിന് തുടരുവാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും ഒരു വളരെയധികം മികച്ച ഒരു ഒരു മിഡ്ഫീൽഡറെ ആയിരിക്കും പിന്നീട് കൂടെ കിട്ടുക. ഈ ഒരു ക്യാമ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ ഈ ഒരു ക്യാമ്പിൽ ഖാലിദ് ജമീൽ ആദ്യമായിട്ട് നടത്തുമ്പോൾ അദ്ദേഹത്തിനൊരു മികച്ച അവസരം തന്നെയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. കാരണം ഫസ്റ്റിലെ തന്നെ ഒരു ഇന്ത്യൻ കോച്ചിൻ്റെ കീഴിൽ നോട്ടബിൾ ആവുക എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു പങ്ക് തന്നെ വഹിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെയധികം വലിയൊരു ഹാർഡ് വർക്ക് വേണ്ട ഒരു കാര്യമാണ്. അതിൽ നിലവിൽ ഡാനിഷ് ഫാറൂഖിന് ലഭിച്ചിട്ടുണ്ട്. സോ കണ്ടു തന്നെ അറിയാം ഇദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ഫുട്ബോളിലെ ഭാവി എന്താകുമെന്നുള്ളത്.